കൂട്ടുകാരെ, നമുക്കിന്ന് ബ്രെഡും ബണ്ണും ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വായു വീഡിയോയിലോട്ട് പോകാം. അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഒരു കപ്പ് ഉണ്ടാവുമല്ലോ. ആ കപ്പിലാണ് നമ്മളിപ്പോ അളക്കണത്. ഇതിൽ 1/2 കപ്പ് ചൂടുവെള്ളം. ഞാനിപ്പോ ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2 ടീസ്പൂണോളം ഉപ്പ്, 6 ടീസ്പൂണോളം പഞ്ചസാര, 4 വലിയ ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ, 1.5 ടീസ്പൂണ് ഈസ്റ്റ്. ജസ്റ്റ് ഒന്ന് കലക്കി കൊടുക്കുക. ഇനി നമ്മൾ വെള്ളം എടുത്ത കപ്പ് ഉണ്ടല്ലോ, അതേ സെയിം കപ്പില് 1.5 കപ്പ് മൈദ, നന്നായി ബീറ്റ് ചെയ്യുക. ഇനി ഇതിലോട്ട് 2 വലിയ ടീസ്പൂണ് പാൽപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. ഇപ്പം നന്നായി ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കും. 10 മിനിറ്റിന് ശേഷം ഇതൊരു ഉരുണ്ടയായിട്ട് വരും. കണ്ടില്ലേ, ഇതുപോലെ ആവണം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഇതിൽ മിക്സിങ് ഇല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കൈ കൊണ്ട് ഒരു 10 മിനിറ്റ് കുഴച്ചെടുത്താൽ മതി. കറക്റ്റ് സമയം നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ മാവ് ഇതുപോലെ ആയിടും. ഓയിലൊക്കെ നന്നായി പുരട്ടി കൊടുത്ത് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1.5 മണിക്കൂറിന് ശേഷം ഇത് കണ്ടില്ലേ, സൂപ്പറായി പൊന്തി വന്നിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിൽ എണ്ണ തടവിയിട്ട് ഇതുപോലെ 2 പീസാക്കി കൊടുക്കാം. ഒരു പീസ് നമുക്ക് ബ്രെഡിക്കും കുറച്ച് നമുക്ക് ബണ്ണിനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ പരത്തി കൊടുത്തിട്ട് കൈ കൊണ്ട് റോളാക്കി കൊടുക്കുക. സൈഡിലൊക്കെ മൂടി വെച്ച് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കണ മോൾഡിൽ കൊണ്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബണ്ണുണ്ടാക്കാം. ഞാൻ കുഞ്ഞൻ ബണ്ണാണ് ഉണ്ടാക്കണത്, പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ളത്. അപ്പം കുഞ്ഞൻ ബണ്ണ് അടിപൊളി ടേസ്റ്റും കൂടിയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ബണ്ണുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അത് എനിക്ക് ഇത്രയും ബണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഞാൻ ഓവൻ ചെറുതായി ചൂടാക്കിയിട്ട് അതിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂറിന് ശേഷം ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മുതൽ 35 മിനിറ്റ് വരെ ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതോ മുകളിലൊക്കെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. എടുത്ത ഉടനെ നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കാം. എടുത്ത ഉടനെ തേച്ച് കൊടുക്കണം. അപ്പം തന്നെ ഓയിൽ തേച്ച ഉടനെ തന്നെ നമുക്ക് ഈ ഏതിലാണോ നമ്മൾ വേവിച്ചത് ആ പാത്രം നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ അടി ഭയങ്കര സ്ട്രോങ് ആയി പോവും. കണ്ടില്ലേ, വേഗം ബ്രെഡിൻ്റെ ഇതൊക്കെ പെട്ടെന്ന് മാറ്റി. അതുപോലെ ബണ്ണിൻ്റെ പാത്രവും മാറ്റി വെച്ചു. ഇനി നമ്മൾ നനഞ്ഞ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് മൂടി വയ്ക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം നമുക്കതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റി കുഞ്ഞൻ ബണ്ണും ബ്രെഡും റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് മക്കളെ. നമ്മൾ കടയിൽ വാങ്ങണ ബണ്ണിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ബണ്ണും ബ്രെഡും ഉണ്ടാക്കാം. അപ്പം ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ബണ്ണ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇനി ബ്രെഡ് കട്ട് ചെയ്ത് കാണിക്കുന്നു. കണ്ടില്ലേ, നന്നായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ആ കുഴക്കണ മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കൂലേ, അതുപോലെ ഒരു 10 നിമിഷം നന്നായി കുഴച്ച് കഴിഞ്ഞാൽ കൈമ ഒട്ടാത്ത രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മാവ് റെഡിയായി എന്നർത്ഥം. കണ്ടില്ലേ, സൂപ്പറായി വന്നിട്ടുണ്ട്. കടയിൽ പോലും ഇത്ര സൂപ്പറായി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പം നമ്മുടെ സ്വീറ്റ് ബ്രെഡും സ്വീറ്റ് ബണ്ണും റെഡി. അപ്പം നിങ്ങളും വീട്ടിൽ പോയി ഉണ്ടാക്കി നോക്കിട്ടാ. അപ്പം ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരാട്ടാ. ബൈ ബൈ.